നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാഠ്യം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ട്രെൻഡ് ലൈൻ ഒന്ന് ഡ്രോ ചെയ്യാം. ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുമ്പോഴത്തേന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 2020 തൊട്ട് നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ തവണ സപ്പോർട്ട് എടുത്ത റീജിയനാണ്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈനോട് അടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട് ലോങ് ടൈമിൽ. അപ്പോൾ നമുക്ക് വീക്കിലിലോട്ട് പോയി നോക്കാം. നമ്മൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു റീജിയനാണ്. ഇപ്പോൾ കറൻലി നിൽക്കുന്നത് 23,431 എന്ന റീജിയനിലാണ്. അപ്പം 23,431 ആ ഒരു റീജിയനിൽ നമുക്ക് ഇതിനു മുമ്പും ഈ ഒരു റീജിയനിൽ 23,400 റീജിയനിൽ ഒരു തവണ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ആ റീജിയനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പാറ്റേൺ എന്താണ്? ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരുപക്ഷെ ഇവിടെ നിന്ന് താഴോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയനാണ് പിന്നെ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ. അപ്പോൾ ആ സപ്പോർട്ട് റീജിയൻ നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. ഈ ഒരു സോണിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു നല്ലൊരു കൺസോൾട്ടേഷൻ നടന്ന റീജിയനാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിൽ നമുക്ക് 22,000, 22,300, 400 എന്ന റീജിയനിലൊക്കെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. താഴോട്ട് പോരുകയാണെങ്കിൽ താഴോട്ട് പോരാൻ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനൊരു മൂവ്മെൻറ്റ് തരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ താഴോട്ട് വന്നേക്കാം. ഇതിനു മുമ്പ് നമുക്ക് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷം താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരുവാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതല്ല ഇവിടെ നിന്ന് റിക്കവർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഹൈ അതിന് മുകളിൽ കയറിയതിന് ശേഷം കൃത്യമായ ക്ലോസിങ്ങുകൾ കിട്ടിക്കഴിഞ്ഞ് നല്ല ബുള്ളിഷ് ക്യാൻഡിലോട് കൂടി ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് കുറച്ച് പോസിറ്റീവായി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ആ ലെവലിൽ നമുക്ക് നോക്കാം. ആ ലെവലാണ് 24,800 എന്ന റീജിയൻ. അപ്പം ഇപ്പം നിൽക്കുന്നത് 24,400 എന്ന റീജിയനാണ്. അപ്പോൾ ഒരു 400 പോയിൻറ്റ് മുകളിൽ നല്ലൊരു വീക്കിലി ക്ലോസിംഗ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാർക്കറ്റ് പോസിറ്റീവായി എന്ന് പറയാൻ സാധിക്കും. ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് തരുവാണെങ്കിൽ. അതല്ല പകരം സൂം ചെയ്യാം. ഇതിന് മുകളിൽ ക്ലോസിംഗ് വരുവാണെങ്കിൽ കുറച്ച് പോസിറ്റീവായി എന്ന് പറയാം. അതല്ല താഴോട്ടാണ് പോരുന്നെങ്കിൽ താഴെ ഈ ഒരു റീജിയനാണ് നമുക്കൊരു സപ്പോർട്ട് എടുക്കാനുള്ള റീജിയൻ. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചെറിയൊരു കോമൺ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കാണിച്ചു തന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അഡ്വൈസും കാര്യങ്ങളൊന്നുമല്ല. മാർക്കറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു.